അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളിച്ചേതവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 24-ാം വാക്യം നമുക്ക് വായിക്കാം. ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായിരുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. യേശുവിൻ്റെ ശിഷ്യന്മാരുൾപ്പെടെ 120 സാധാരണക്കാരായ ജനങ്ങൾ കൂടിയിരുന്ന് ദൈവത്തെ ആരാധിക്കുകയും പ്രാർത്ഥന കഴിക്കുകയും ചെയ്തിരുന്ന സമയത്തായിരുന്നു അത് സംഭവിച്ചത്. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ച് കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയെ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്നൊരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തൻ്റെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിക്കുവാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളാണ് നാം കേട്ടത്. അന്ന് ആകാശത്തിന് കീഴുള്ള സകല ജാതികളിൽ നിന്നും യെരുശലേമിൽ വന്നു പാർക്കുന്ന യഹൂദന്മാരായ ഭക്തിയുള്ള പുരുഷന്മാർ ഉണ്ടായിരുന്നു. ഈ മുഴക്കമുണ്ടായപ്പോൾ പുരുഷാരം വന്നുകൂടി. ഓരോരുത്തൻ തൻ്റെ ഭാഷയിൽ അവർ സംസാരിക്കുന്നത് കേട്ട് അമ്പരന്നു പോയി. എല്ലാവരും ഭ്രമിച്ച് ആശ്ചര്യപ്പെട്ടു. ഈ സംസാരിക്കുന്നവർ എല്ലാം ഗലീലക്കാർ അല്ലയോ? പിന്നെ നാം ഓരോരുത്തൻ ജനിച്ച നമ്മുടെ സ്വന്തം ഭാഷയിൽ അവർ സംസാരിച്ച് കേൾക്കുന്നത് എങ്ങനെ? നമ്മുടെ ഭാഷകളിൽ അവർ ദൈവത്തിൻ്റെ വൻ കാര്യങ്ങളെ പ്രസ്താവിക്കുന്നത് കേൾക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. ചിലർ പറഞ്ഞു, ഇവർ പുതുവീഞ്ഞ് കുടിച്ചിരിക്കുന്നു എന്ന്. അപ്പോസ്തല പ്രവൃത്തിയിൽ 2-ാം അധ്യായം 5 മുതൽ 13 വരെയുള്ള ചില വാക്യങ്ങളാണ് നാം കേട്ടുകൊണ്ടിരുന്നത്. ആ സമയത്ത് പത്രോസ് അവരോട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസമില്ലാത്ത പത്രോസ് പ്രവചന പുസ്തകങ്ങളിലെ കാര്യങ്ങൾ ജ്ഞാനത്തോടെ പ്രസ്താവിക്കുന്നു. തൻ്റെ പ്രസംഗത്തിൽ അവിടെ കൂടിയിരുന്ന ജനങ്ങളുടെ പല ചോദ്യങ്ങൾക്കും മറുപടി കൊടുക്കുന്നുണ്ട്. ഇവർ പുതുവീഞ്ഞ് കുടിച്ചിരിക്കുന്നു എന്ന വാക്കിന് പത്രോസ് പറഞ്ഞു, നിങ്ങൾ ഊഹിക്കും പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല, പകൽ 3-ാം മണി നേരമേ ആയിട്ടുള്ളൂ. ഇത് യോവേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതത്രേ. തന്നെയുമല്ല, പത്രോസ് അവരോട് പറയുകയാണ്, നിങ്ങൾ യേശുവിനെ അധർമ്മികളുടെ കയ്യാൽ തറപ്പിച്ച് കൊന്നു. ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായിരുന്നു. യേശുവിൻ്റെ ആത്മാവിനെ പിടിച്ചു വയ്ക്കുവാൻ മരണദൂതനെ കഴിഞ്ഞില്ല എന്ന് സാരം. സുവിശേഷത്തിൻ്റെ ഹൃദയമാണ് യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്. യേശുവിൻ്റെ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പ് ഇല്ല എങ്കിൽ സുവിശേഷവുമില്ല. ദൈവാത്മാവ് വന്നപ്പോൾ അതുവരെയും ഭയമുണ്ടായിരുന്ന ശിഷ്യന്മാർ ധൈര്യത്തോടെ പ്രസംഗം തുടങ്ങി. ദൈവാത്മാവ് വന്നപ്പോൾ അതുവരെ ജ്ഞാനമില്ലാതിരുന്നവർ ദൈവത്തിൻ്റെ വൻ കാര്യങ്ങളെ പ്രസ്താവിക്കുവാൻ തുടങ്ങി. ദൈവാത്മാവാണ് യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചത്. യേശുവിനെ കുറിച്ചായിരുന്നു പത്രോസ് പ്രസംഗിച്ചത്. യേശു ആരായിരുന്നു എന്നും തൻ്റെ ഐഹിക ജീവകാലത്ത് യേശു എന്ത് ചെയ്തുവെന്നും അവൻ ക്രൂശിക്കപ്പെടുവാൻ കാരണമെന്ത് എന്നും അവൻ മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുവാൻ ഇടയായതിന് കാരണമെന്ത് എന്നും അവനെ ആര് ഉയർപ്പിച്ചുവെന്നും കൃത്യമായി പത്രോസ് തൻ്റെ പ്രസംഗത്തിൽ വിവരിച്ചു പറഞ്ഞു. യേശു ഭൂമിയിൽ ജനിക്കുന്നതിന് മുമ്പേ ദൈവത്തോടു കൂടെ ഉണ്ടായിരുന്നവനാണെന്ന് അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 23-ാം വാക്യത്തിൽ പത്രോസ് സൂചിപ്പിക്കുന്നു. യേശുവിനെ മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്കായി ദൈവം നമുക്ക് ഏൽപ്പിച്ചു തന്നതുകൊണ്ടാണ് അവനെ തൊടുവാൻ മനുഷ്യർക്ക് കഴിഞ്ഞത്. അവൻ ദൈവരൂപത്തിലായിരുന്നു. ഭൂമിയിൽ വന്ന് അവൻ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തുവെന്ന് അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 22-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. മനുഷ്യവർഗത്തിൻ്റെ പാപവും ശാപവും ദൈവപുത്രനായ യേശുവിൻ്റെ മേൽ ചുമത്തി അവനെ മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി യാഗമാക്കുക എന്നതായിരുന്നു ദൈവത്തിൻ്റെ ഉദ്ദേശം. അതിനാണ് അവനെ ഏൽപ്പിച്ചു തന്നത്. അതും യേശുവിൻ്റെ സമ്മതത്തോടെ മാത്രം. ദൈവം ആരെയും ഒരു കാര്യവും നിർബന്ധിച്ച് ചെയ്യിക്കുകയില്ല. അതുകൊണ്ടാണ് അവനെ നീതിമാൻ എന്ന് വിളിക്കുന്നത്. നീതി ചെയ്യുന്നവനാണ് നീതിമാൻ. അവൻ മരിച്ചതല്ല, സത്യത്തിൽ അവനെ ആരും കൊന്നതല്ല. അവനിലുണ്ടായിരുന്ന രക്തം പുറത്തെടുക്കുവാൻ മാത്രമേ പടയാളികൾക്ക് കഴിയുകയുള്ളൂ. ആ രക്തമാണ് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായത്. അവൻ്റെ രക്തം നമ്മുടെ സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും.
കാരണം യേശുവിൻ്റെ രക്തം നിർമ്മല രക്തമാണ്, പാപമില്ലാത്ത രക്തമാണ്. അത് കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി ഊറ്റിത്തന്നു. അതായിരുന്നു യേശുവിൻ്റെ ദൗത്യം, അതായിരുന്നു പിതാവിൻ്റെ ആവശ്യം. അത് നിറവേറ്റി. യേശുവിനെ ആർക്കും കൊല്ലുവാൻ സാധിക്കുകയില്ല. കാരണം യേശു പറഞ്ഞു, പിതാവിന് തന്നിൽ തന്നെ ജീവൻ ഉള്ളതുപോലെ എനിക്കും തന്നിൽ തന്നെ ജീവൻ ഉള്ളവൻ ആകുമാറ് വരം നൽകിയിരിക്കുന്നു എന്ന്. തന്നെയുമല്ല, എൻ്റെ ജീവനെ ആരും എന്നിൽ നിന്നും എടുത്തു കളയുന്നില്ല, ഞാൻ അതിനെ കൊടുക്കുന്നു. അതിനെ കൊടുക്കുവാൻ എനിക്ക് അധികാരമുണ്ട്, വീണ്ടും പ്രാപിക്കുവാൻ എനിക്ക് അധികാരമുണ്ട്. അതെ, യേശു സകലത്തിന്മേലും അധികാരമുള്ളവനാണ് എന്ന് സാരം. നാം പാപത്തിൽ മരിച്ച്, അഥവാ പാപിയായി തന്നെ മരിച്ച് നിത്യനരകത്തിൽ പോകുവാൻ ഇടവരാതിരിക്കുവാനാണ് ദൈവരൂപത്തിലിരുന്ന യേശു മനുഷ്യരൂപം എടുത്ത് ഭൂമിയിൽ വന്ന് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടത്. യേശുവിൽ പാപമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ യേശുവിൻ്റെ ആത്മാവിനെ പിടിച്ചു വയ്ക്കുവാൻ മരണദൂതന് കഴിഞ്ഞില്ല. അതെ, നമ്മിൽ പാപമുണ്ടെങ്കിൽ നാം മരിച്ചു കഴിഞ്ഞാൽ മരണത്തിന് നമ്മെ പിടിച്ചു വയ്ക്കുവാൻ കഴിയും. ആ മരണത്തിൽ നിന്നും നമുക്കൊരിക്കലും രക്ഷപ്പെടുവാൻ കഴിയുകയില്ല. മരണത്തെയും പാതാളത്തെയും ദൈവം തീയും ഗന്ധകവും കത്തുന്ന തീപ്പൊയ്കയിലേക്ക് വലിച്ചെറിയുമ്പോൾ നാമും മരണത്തോടൊപ്പം തീപ്പൊയ്കയിൽ വീഴേണ്ടി വരും. അപ്രകാരമുള്ള നിത്യനാശത്തിൽ നിന്നും നാം രക്ഷപ്പെടുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ആരും നശിച്ചു പോകാതെ എല്ലാവരും തൻ്റെ പുത്രൻ്റെ രക്തത്താൽ രക്ഷ പ്രാപിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചിട്ട് തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി യാഗമാക്കുവാൻ ഭൂമിയിലേക്ക് അയച്ചു. ഇനി നാം ചെയ്യേണ്ടത് ഒന്നു മാത്രമാണ്. അപ്പോസ്തല പ്രവൃത്തിയിൽ 2-ാം അധ്യായം 38-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ നാം മാനസാന്തരപ്പെട്ട് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം ഏൽക്കണമെന്നതാണത്. എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം നമുക്ക് ലഭിക്കും. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, മാനസാന്തരപ്പെട്ട് സ്നാനം മുങ്ങിയ ഒരാളാണോ എന്നെ കേൾക്കുന്നത്? നാം എല്ലപ്പോഴും പാപത്തിൽ വീണ് ഒഴുകിപ്പോകാതിരിക്കുവാൻ ദിനംതോറും നാം കേൾക്കുന്ന വചനം മുറുകെ പിടിച്ചുകൊണ്ട് തെറ്റുകളിൽ വീഴാതിരിക്കുവാൻ ഉത്സാഹിക്കുകയും, അഥവാ ഏതെങ്കിലും തെറ്റുകൾ സംഭവിച്ചു പോയാൽ സൂര്യൻ ഉദിക്കുന്നതിനും അസ്തമിക്കുന്നതിനും മുൻപ് നിരപ്പ് പ്രാപിച്ച് യഥാസ്ഥാനപ്പെട്ടുകൊള്ളുക. നമ്മുടെ കോപത്തിൻ്റെയും പാപത്തിൻ്റെയും മേൽ സൂര്യൻ ഉദിക്കുവാനോ അസ്തമിക്കുവാനോ നാം ഇട വരുത്തരുത്. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ, അപ്പോസ്തല പ്രവൃത്തിയിൽ 2-ാം അധ്യായം 38-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം ഏറ്റിട്ടില്ലെങ്കിൽ എത്രയും വേഗം പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം മുങ്ങൂ. എന്നാൽ പരിശുദ്ധാത്മാഭിഷേകം നിശ്ചയമായിട്ടും നമുക്ക് ലഭിക്കും. ക്രിസ്തുവിൻ്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ്. യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചത് ക്രിസ്തുവിൻ്റെ ആത്മാവാണ്. ആ ക്രിസ്തുവിൻ്റെ ആത്മാവാണ് നമ്മെയും നാം മരിച്ചു കഴിഞ്ഞാൽ ഉയർപ്പിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മിൽ വരണമെങ്കിൽ നാം പാപത്തെ ഉപേക്ഷിക്കണം. നാം പാപത്തെ ഉപേക്ഷിക്കാതെ മരിക്കുവാൻ ഇടയായാൽ നമ്മെ മരണം പിടിച്ചു വയ്ക്കും എന്ന് നാം ഓർക്കണം. പാപം നമ്മിൽ ഉണ്ടെങ്കിൽ ക്രിസ്തുവിൻ്റെ ആത്മാവിന് നമ്മിൽ വസിക്കുവാൻ കഴിയുകയില്ല. പാപം ശാപം തന്നെയാണ്. ശാപം നമ്മിൽ നിന്നും മാറുമ്പോൾ ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മിൽ വരുന്നു. ക്രിസ്തുവിൻ്റെ ആത്മാവ് ഇല്ലാത്തവൻ അവനുള്ളവൻ അല്ല. ആകയാൽ ക്രിസ്തുവിൻ്റെ ആത്മാവിനെ നമ്മിൽ വസിക്കുവാനും നമ്മെ നാം മരിച്ചു കഴിയുമ്പോൾ ഉയർത്തെഴുന്നേൽപ്പിക്കുവാനും തക്കവണ്ണം പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ഒരു വിശുദ്ധ ജീവിതം നമുക്ക് നയിക്കാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ രോഗത്താൽ ഭാരപ്പെടുന്നുവെങ്കിൽ അങ്ങ് അവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. അങ്ങയെ അറിയാത്ത ഏതെങ്കിലും പ്രിയപ്പെട്ടവർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ അങ്ങയെ തിരിച്ചറിയുവാൻ തക്കവണ്ണം അവരുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കുകയാണമേ. അങ്ങയുടെ വചനം പ്രമാണിച്ചുകൊണ്ട് ജ്യോതിഷികളെ പോലെ തിളങ്ങുവാൻ അടിയനെ കേൾക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങളെയും സഹായിക്കുകയാണമേ. ഞങ്ങൾ യവനക്കാർത്തികളെയും അങ്ങ് സഹായിക്കണമേ. അവരാരും കെണിയിൽപ്പെടുവാനിടവരാതെ സഹായിക്കുകയാണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.